മനുഷ്യനായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിക്കുക. പെൺകുട്ടി കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, സച്ചിൻ കമ്മിറ്റഡ് ആണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം, അല്ല ചോദിച്ചെന്നുള്ള സച്ചിൻ എന്ന് പറയും. ഓക്കെ ശരി. കുറച്ച് കഴിയുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞൊഴിക്ക് ഈ പെൺകുട്ടി നന്നായിട്ട് സിഗരറ്റ് വലിക്കും. എനിക്കത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആളുടെ ആ ഒരു ഇതിൽ നിന്ന് മനസ്സിലായി. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു സച്ചിന് സിഗരറ്റ് വലിക്കില്ല, വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇയാളെന്തിനാ കാരണം വലിയ പ്രായമൊന്നുമില്ല, അപ്പോൾ ഇയാളെന്തിനാണ് ഇങ്ങനെ സിഗരറ്റ് വലിക്കണമെന്ന് ചോദിച്ചു. പറഞ്ഞു എൻ്റെ പൊന്നട ആകെ ഒരു കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഇതിലാണ്, വേറെ ഒന്നുമില്ല, എൻ്റർടൈൻമെൻ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് 8 കൊല്ലമായിട്ടൊരു നീണ്ടു നിന്ന പ്രണയം ഉണ്ടായിരുന്നു. ഈ പ്രണയത്തിൽ ഒരു വമ്പൻ തേപ്പ് കിട്ടിയിട്ടാണ് ഈ പെങ്കുച്ചി ആക്ച്വലി ഇങ്ങനെ ആയത് എന്നെനിക്ക് മനസ്സിലായി. കാരണം അവളുടെ സ്പേസ് ഒരിക്കലും 100% അവന് വേണ്ടിയിട്ട് അവൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൊടുത്തതിൽ 100% അവൾ 100% ആയിരുന്നു. കാരണം ഞങ്ങൾ കുറേ സംസാരിച്ചായിരുന്നു. ആ സംസാരിച്ചതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി. അതിൽ വളരെ സിമ്പിളായിട്ടൊരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പെൺകുട്ടി ഒരു ദിവസം ഒരു ടൂർ പോകണം എന്ന് പറഞ്ഞ് ഔട്ടിങ് പോകാൻ വേണ്ടിയിട്ട് ഇവർ പ്ലാൻ ചെയ്തു. ഈ പ്ലാൻ ചെയ്ത് പോകാൻ നിന്ന സമയത്ത് ഈ പയ്യനെ ഇവൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവളുടെ ഗ്യാങ്ങിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കൂടെ വന്ന സർക്കിളിൽ നിന്ന് പിള്ളേർ പറഞ്ഞു, എടാ നമുക്ക് അങ്ങോട്ട് പോകണ്ട, വേറൊരു സ്ഥലത്തോട്ട് പോകാമെന്ന് പറഞ്ഞു. ഇവർ വേറെ പ്ലാൻ മാറ്റി വേറൊരു സ്ഥലത്ത് പോയി. ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ 3 പേര് നടന്നു പോകുന്ന വഴിക്ക് ഒരു പരിചയമുള്ള ഒരു ഷർട്ട് ഇവർ കാണുവാണ് ഈ 2 പേര് ഇരിക്കുന്ന സ്ഥലത്ത്. ഈ പെൺകുട്ടി വളരെ സിമ്പിളായിട്ട് അവൾ അതിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ഈ പയ്യനും വേറൊരു പെൺകുട്ടി അവിടെ ഇരിക്കുക. ഇവൾ ഭയങ്കര ഷോക്കായിപ്പോയി. പക്ഷേ ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവൾ ഭയങ്കര സിമ്പിളായിട്ട് അത് ഹാൻഡിൽ ചെയ്തെന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഇവൾ എങ്ങനെ അത് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്തതെന്നുള്ളത്. ഇവൾ ചോദിച്ചത്രേ ഉള്ളൂ ഇതാരാ ഈ പെൺകുട്ടി എന്ന് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി ചാടി ഇവൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഇതെൻ്റെ ചെക്കനാന്ന് പറഞ്ഞു. അവൾ അവിടെ നിന്ന് വളരെ യാദൃശ്യമായിട്ട് വളരെ സിമ്പിളായിട്ട് അവൾ അവിടെ നിന്ന് നടന്നു പോയി. ഒരു വിഷമോ ഒരു ഇതൊന്നും കാണാത്ത രീതിയിൽ അവൾ അവിടെ നടന്നു പോയി കഴിഞ്ഞിട്ട് അവന് മെസ്സേജ് ചെയ്തു, നീ എന്തിനാണ് ഇത്രയും നാളെന്നെ ചതിച്ചതെന്ന് ചോദിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ ഇടയിൽ കുറേ കഥകളുണ്ട് കേട്ടോ. ഞാനത് എല്ലാം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് പറ്റത്തില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ ചതിക്കാൻ പറ്റുന്നത്? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചതിക്കാൻ പറ്റുന്നത്? തനിക്ക് പറ്റത്തില്ലെങ്കിൽ താൻ എന്തിനാണ് ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിന്നത്? ആ പെൺകൊച്ചിൻ്റെ ജീവിതം കളയണം. ഇപ്പോൾ ആ കൊച്ച് ഭയങ്കര ഡിപ്രഷനിലാണ്, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. പക്ഷെ അവൾ ഇനി ജന്മത്തെ ഒരാണിനെ പോലും നമ്പില്ലാത്ത രീതിയിൽ താനാക്കി കൊടുത്തില്ലേ? ഇല്ലേ? എന്തിനു വേണ്ടിയാണ്?